അപ്പൊ അമ്മ ഇങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് തർക്കിച്ചിട്ടാണ് എന്നെ മാറ്റണത്. വിഗ്രഹം ഉണ്ണാറില്ല. ഉണ്ണണ കാലം ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന്റെ കൂടെ കാളിദേവി സംസാരിക്കാറുണ്ടായിരുന്നു, കല്ലായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന് ഒരു രാമന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു, കല്ല. അത് നടക്കും, അന്ന് നടക്കും സംസാരിക്കുക. അങ്ങനെ അപ്പൊ ഒരു സമയം കഴിഞ്ഞപ്പോൾ അമ്മേരെ ഇങ്ങനെ കിലുക്കം കേട്ട്. അപ്പൊ ഞാനും ഊർമിളയായിട്ട് ഉയരെ കയറിയപ്പോൾ എന്താ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ അമ്മയെ കാണാൻ ഒരു ദേവത വന്നിരുന്നു. വെള്ളത്തിൽ പോയിട്ട് അമ്മ അവിടെ കിടന്നുകൊണ്ട് ചിന്ത കൊടുക്കുക ഇതിന്, അല്ലാതെ അതിൻ്റെ അടുത്ത് മുട്ടയുടെ അടുത്ത് വിരിക്കാനോ എന്നിട്ട് ഇദ്ദേഹം ചിലപ്പോൾ അടുത്ത രാത്രി ഇരുന്ന് കോവിലും തുറന്നു വെച്ച് പൂജ ചെയ്യും. അത് അമ്മ വിളിച്ചുണർത്തി ചെയ്തെന്ന് പറയും. എനിക്ക് നല്ല ബോധ്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട്. ഭാരതീയ ആത്മീയ സംസ്കാരം എന്ന് പറയുന്നത് വളരെ വൈവിധ്യങ്ങളുള്ളതാണ്. ഇപ്പൊ സെമിറ്റിക് മതങ്ങളിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അവരുടെ ഈശ്വരീയ സങ്കല്പം എന്ന് പറയുന്നത് ഒരു ഈശ്വരനും അതിന്റെ ചുറ്റാകെയുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും പലതരത്തിലുള്ള ഉപാസന ക്രമങ്ങൾ ചെയ്യുന്നു. അത് വളരെ ലളിതമായുള്ള സാധന പദ്ധതികളാണ്. അപ്പൊ അതിലൂടെ അവർ ഈശ്വരനെ പ്രീതിപ്പെടുത്തുക, അവരുടെ കാര്യങ്ങൾ സാധിക്കുക, ഏറ്റവും ഒടുവിൽ ഒന്നുകിൽ നരകത്തിലേക്ക് പോവുക അല്ലെങ്കിൽ നിത്യമായ സ്വർഗത്തിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പൊ അവിടെ ഒന്നും തന്നെ നമുക്ക് ഈ സ്ത്രീ പരമ്പര അല്ലെങ്കിൽ സ്ത്രീ പാരമ്പര്യം ഏറ്റവും ഉയർന്ന രീതിയിൽ ആരാധിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുകയുമില്ല. എന്നാൽ ഭാരതീയ സംസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ എന്നുള്ള ഒരു സങ്കല്പനം നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള തിരുവനന്തപുരത്താണ്, കരുമം എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ ഓരോ വർഷവും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. സ്ത്രീ ശക്തി എന്ന് നമ്മൾ പറയും, നാരി ശക്തി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് തന്നെ തെറ്റായൊരു പ്രയോഗമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നാരി എന്ന് പറഞ്ഞാൽ തന്നെ ശക്തിയാണ്, പിന്നെ പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ അവിടെ ഈ അവധൂത പരമ്പരകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവധൂത അമ്മമാർ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. മായി അമ്മയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാലമമ്മ എന്നറിയപ്പെടുന്ന തിരുവല്ലം അമ്മ. അപ്പൊ ആ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ അവധൂത പരമ്പര എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ തന്നെ സ്പിരിച്വൽ മാർഗങ്ങളിലൂടെ വരുന്ന ആളുകൾക്ക് പോലും ഒരു സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം പൊതുജനങ്ങളിൽ നിന്ന് അകന്ന് വളരെ മലിനമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർക്ക് സമനില തെറ്റിയ ആൾക്കാരാണോ എന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് മനം മടുപ്പിക്കുന്ന പ്രവൃത്തികൾ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാരായിട്ടാണ് പലപ്പോഴും അവധൂതന്മാർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മീയ സഞ്ചാരത്തിന്റെ പാതയിൽ പോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു വിചിത്രമായുള്ള വേഷഭൂഷാദികൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്നത്? അപ്പൊ നമ്മുടെ ദേവതാ സങ്കല്പങ്ങൾ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവർ നടക്കുന്നത്. ഏറ്റവും തിളങ്ങുന്ന വസ്ത്രങ്ങളും അതുപോലെ തന്നെ തിളങ്ങുന്ന ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെല്ലാം അങ്ങനെയാണ്. ധാരാളം കൈകളും അതുപോലെ എല്ലാ കൈകളിലും പലതരത്തിലുള്ള എന്താ പറയുക മുദ്രകളും ആയുധങ്ങളും ഒക്കെ ധരിച്ച് ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ എന്തിനാണ് ഈ വേറിട്ടൊരു സങ്കല്പം? അപ്പൊ സന്യാസിമാർ പോലും അവരുടേതായ ഒരു വേഷവിധാനം കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. സ്വാമി വിവേകാനന്ദന്റെ ഉദാഹരണമാണ്. കാരണം അതിന്റെ തിളങ്ങുന്ന വസ്ത്രവും ആ തിളങ്ങുന്ന കണ്ണുകളുമാണ് യഥാർത്ഥത്തിൽ ആളുകളെ ആകർഷിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ അവധൂതന്മാർ എന്ന് പറയുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള വസ്ത്രം ധരിച്ച് പൊതുജനങ്ങളിൽ നിന്ന് മാറി നടക്കുന്നത് എന്നുള്ളതാണ് സ്വാമിയോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. കാരണം 30 വർഷത്തിലേറെയായി അവധൂത അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അമ്മ മാത്രമല്ല വേറെ ഒരുപാട് തരത്തിലുള്ള അവധൂതന്മാരെ കൂടെ അങ്ങ് സഞ്ചരിച്ചിട്ടുണ്ട്, അവരെ കണ്ടറിഞ്ഞിട്ടുണ്ട്, അവരുടേതായ വിചിത്രമായ സ്വഭാവ വൈവിശിഷ്ട്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എന്തുകൊണ്ടാണ് ഈ അവധൂതർ ഇങ്ങനെ ഒരു വേഷപ്പകർച്ച നടത്തുന്നത്? എൻ്റെ ഒരു ഈ അവധൂത എന്ന് പറയുന്നവരെല്ലാം ചക്രവർത്തിയും രാജാവായിരുന്നവരാണ് ഒരു ജന്മത്തിൽ. അപ്പൊ ആ ജന്മത്തിലിരുന്ന് ഇതിനെല്ലാം അവർ ഉപേക്ഷിക്കുകയാണ്. ഈ രാജാവ് എന്ന് പറഞ്ഞ ആള് ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, രാജാവാണ്, എന്തും ആളുകൾക്ക് കൊടുക്കുന്ന ആളാണ്, എന്തും കൽപ്പിക്കുന്ന ആൾ, അങ്ങനെ ആ രാജാവ്. അതുപോലെ ചക്രവർത്തി, അതേ രാജാവ് അതേ ചക്രവർത്തിയാണ് അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ ഒരു അവധൂതയായിട്ട് വരണത്. അപ്പോൾ ഈ അവധൂതയായിട്ട് വരണ സമയത്ത് ഈ അവധൂതയ്ക്ക് ചക്രവർത്തി പദമാണ്.
അവർ പ്രപഞ്ചമെല്ലാം അവരതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിയ്ക്കുന്നത്. അവർക്ക് വേറെ ഒന്നുമില്ല. എൻ്റേത്, ഇതെല്ലാം എൻ്റേതെന്നുള്ള അധികാരഭാവത്തിൽ അധികാരിയായിട്ട് അവരിയ്ക്കുകയാണ്. അതാണ് അവർ ഇങ്ങനെ കിടക്കുന്നതും എടുക്കുന്നതും കാലും മീതെ വച്ചിരിക്കുന്നതും എല്ലാം അവർ അധികാരിയാണ്. അവരെ സങ്കല്പം, ഞാൻ സങ്കല്പിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള സങ്കല്പത്തിൽ അവരിയ്ക്കുകയാണ്. അപ്പം അങ്ങനെ നടക്കില്ല എന്ന് പറയുമ്പം പിന്നെ നമ്മൾ ശ്രീ തന്നെ സൂര്യനെ മാറ്റിമറിച്ചിട്ടുണ്ട് അല്ലേ? പേരെന്താന്ന്, പിന്നെ സത്യവൻ സാവിത്രിയിൽ അങ്ങനെ ഉണ്ട്. പിന്നെ സൂര്യ ഉദിച്ചില്ല അല്ലേ? അപ്പം സ്ത്രീക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്, മനുഷ്യനും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ അധികാരിയാണ്. ഇപ്പം ജനക മഹാരാജാവിനെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജനക മഹാരാജാവിൻ്റെ ഈ ജന്മത്തിന് മുമ്പ് അദ്ദേഹം യോഗിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ യോഗിയുടെ പേരുണ്ട്, പരമ്പരയുണ്ട്. ജനകനായിട്ട് ജീവിച്ചപ്പോഴും രാജാവും ജ്ഞാനിയായിരുന്നു അല്ലേ? നമ്മളെ ജനക മഹാരാജാവിൻ്റെ ചരിത്രം പഠിച്ചാലേ ഒക്കെയുള്ളൂ. ആളെയാണ്. അപ്പം അദ്ദേഹം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മഹാലക്ഷ്മിയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനായ പുത്രിയായിട്ട് വരണത്, ഗംഗാദേവി എല്ലാവരും. അപ്പം പൂർവജന്മത്തിൽ അദ്ദേഹം യോഗിയായിട്ട് വന്ന് രാജാവായിട്ട്, രാജാവ് തന്നെ ജ്ഞാനിയാവുകയാണ്. അപ്പം അവിടെ നാടും ഭരിക്കുന്ന ജ്ഞാനിയാവണം. അദ്ദേഹം ഒന്നും കാണണം, അതൊരു അവധൂത അവസ്ഥയാണ്. അത് നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി അദ്ദേഹം രാജാവുമാണ് ജ്ഞാനിയുമാണ്. എന്തിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും. കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ അദ്ദേഹം ഇരിക്കണില്ല, അദ്ദേഹം ഒന്നുമേ കാണണില്ല. അങ്ങനത്തെ ഒരവസ്ഥ അവധൂത. അത് കഴിഞ്ഞിട്ട് ഈ അവധൂതന്മാർ കൂടുതലും ചേരി പ്രദേശം, ഭയങ്കര പട്ടണങ്ങൾ, നമ്മൾ പുരാണങ്ങളിൽ അല്ലാതെയൊക്കെ നോക്കിയാലേ പോകും, അവരെല്ലാം അവിടെയാണ് തങ്ങുന്നത്. അപ്പം അത് തങ്ങണ കാര്യം, അവർ ഈ ചേരി പ്രദേശത്തിലുള്ളവർ കഞ്ചാവ് അടിച്ച് ഗുണ്ടായുസം കാണിച്ച് രാത്രി ഉറങ്ങാതെ കിടന്ന് ബഹളം വെച്ച് ഭയങ്കര, ഇവർ അവിടെ പോയി വളരെ ശാന്തരായിട്ടിരിക്കണം, ദേഷ്യമൊന്നും ഇല്ലാതെ. അവർ തന്നെ ആഹാരം കൊടുക്കും, ആ ആഹാരം വാങ്ങിച്ച് കഴിക്കും. അപ്പോഴെനിക്ക് തോന്നണത് മറ്റ് ചില ആളുകൾക്ക് ഈ ചേരി പ്രദേശത്തും ഇവരടുത്തൊന്നും പോകാൻ ഒരു കുറച്ചിൽ അല്ലേ, എന്നല്ലേ നമ്മളെ നാടൻ ഭാഷയിൽ. അപ്പൊ ഇവരൊന്നും പോയി ഇവരെ ശല്യപ്പെടുത്തൂല്ല, മെയിൻ ഇത്. അപ്പൊ അവരവിടെ ഭയങ്കര സുരക്ഷിതമായിട്ടിരുന്നോളും. അപ്പൊ ഇവരിൽ ഒട്ടലില്ലാതെ, ശ്രീരാമകൃഷ്ണദേവൻ പറയും പോലെ ബ്രാലി മീൻ ചെളിയിൽ കിടക്കും, അതിനെ എടുക്കുമ്പോഴത്തെ ഇതിൽ ചെളി പെരളുമില്ല. അതേപോലെ സമൂഹത്തിൽ നമുക്ക് കാണിച്ചു തരാം, നമ്മൾ ആ സമൂഹത്തിൽ ആ ഒട്ടലില്ലാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അവർ കാണിച്ചു തരുന്നത്. അപ്പം നമുക്ക് ഈ ഈശ്വര പ്രാർത്ഥന ചെയ്യാൻ, ഈ ഞാനാര് എന്ന അന്വേഷണത്തിന് അങ്ങനെ ചാരിപ്രദേശം അങ്ങനെയൊന്നുമില്ല, നമുക്ക് എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം. ആ ഒരിത് അങ്ങനെ അതിൻ്റെ ഇതിൽ പട്ടണത്താറ് എന്ന് പറഞ്ഞ ഒരിതുണ്ട്. അതായത് കുബേരന് മഹാദേവനായിട്ട് ജനിക്കണം. അപ്പം കുബേരന്റെ ഒരു ജന്മമാണ് പട്ടണത്താറായിട്ട് വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനി ചരിത്രം ബുക്കൊക്കെ ഉണ്ട്, പഠിച്ചാൽ മതി. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭയങ്കരമായ ഇവരെല്ലാം ചെട്ടിയാരിമാരാണ്, ഭയങ്കര കല്ല് കച്ചവടമാണ്. അങ്ങനെ സിലോണിലൊക്കെ പറഞ്ഞയച്ച് തിരിച്ച് കല്ലിനെയൊക്കെ കളഞ്ഞിട്ട് കുറേ ഉണക്ക ചാണകം കൊണ്ട് അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ ദേഷ്യം വന്ന് ഇതിനെല്ലാം കൂടെ എടുത്ത് വീട്ടിൻ്റെ വെളിയെറിഞ്ഞിട്ട് പട്ടണത്താറങ്ങ് പോവുകയും ചെയ്യും. ഇദ്ദേഹം ഇപ്പോൾ ഇതിനെപ്പോൾ തൂക്കാൻ എന്തോ എടുക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കല്ല്. തിരിച്ച് ഇദ്ദേഹത്തിനെ വിളിക്കുമ്പോഴൊന്നും ഇദ്ദേഹം പോവുകയൊന്നുമില്ല. പിന്നെ അമ്മയുടെ കയ്യിൽ ഒരു പൊതി കൊടുത്തിരുന്നു, കാതറ്റ ഒരു സൂചി. ഈ കാതറ്റ സൂചി പോലും മരിക്കുമ്പം കൊണ്ടുപോകില്ല എന്നുള്ള ഒരു ഇതിൽ കൊടുക്കും. അപ്പം അമ്മ അതിൽ 2-3 വാചകം എഴുതിയിരിക്കും. അപ്പം അമ്മ നോക്കും, അച്ഛന് കൊടുക്കും. അപ്പോഴും അച്ഛന് മനസ്സിലാവില്ല. അപ്പോൾ പട്ടണത്താർ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീടിൻ്റെ അവിടെ പോയി സുഖമായിട്ടിരിക്കും, കിടക്കും. പലരും വന്ന് തിരിച്ച് വിളിക്കും, ഇദ്ദേഹം പോവില്ല. അച്ഛൻ വന്ന് വിളിക്കും. അങ്ങനെ രാജാവിന് കല്ല് കൊണ്ട് കൊടുക്കുന്ന ആളായിരുന്നു. അപ്പം രാജാവിന് കല്ലൊക്കെ കൊണ്ട് കൊടുക്കുമ്പം ഈ ടാക്സ് ഒക്കെ വെട്ടിക്കാൻ വേണ്ടി നല്ല കല്ലൊക്കെ കിട്ടുമ്പോൾ രാജാവിനെ കൊടുത്തിട്ട് ഭയങ്കര ഇതായിട്ട് നിൽക്കും. ഈ ടാക്സിൻ്റെ ഇത് ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുമ്പോൾ അങ്ങനെ പട്ടണത്താറിൻ്റെ അച്ഛൻ രാജാവിൻ്റെ ഒപ്പം ഇങ്ങനെ എൻ്റെ പിള്ള ഇങ്ങനെ പോയി, രാജാവ് അതുവഴിയൊക്കെ പോകുമ്പോൾ ഒന്ന് പോകണം. അങ്ങനെ രാജാവ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോകും. അപ്പോൾ അദ്ദേഹം ഇരിക്കുകയാണ്. അപ്പോൾ രാജാവ് ഒരുപാട് ഉപദേശിക്കും ഇങ്ങനെയാണെന്ന്. അപ്പോഴൊന്നും ഒറ്റ അക്ഷരം മിണ്ടാതെ ഇരിക്കും. അവസാനം പിന്നെ രാജാവ് പറഞ്ഞെല്ലാം തീർന്നതിന് ശേഷം പട്ടണത്താറ് പറയും, പിന്നെ താങ്കൾ നിൽക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഒറ്റ വാക്ക്. ഇത് തന്നെ അവധൂത. അവരെ
അവരെയൊക്കെ ഇതൊക്കെ പറഞ്ഞ ഇതേപോലെയാണ്. അപ്പൊ ഈ അവധൂത എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവര് റോട്ടിൽ കിടന്നാലും എന്തിടെ കിടന്നാലും പോലീസ് സ്റ്റേഷനിൽ പോയി പ്രവാരശുദ്ധ യോഗിയൊക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അവിടെ പോയാൽ അവർക്ക് യാതൊരു വിഷമം തോന്നുന്നില്ല, ഒന്നും തോന്നുന്നില്ല. ഇതെല്ലാം വെറും മായയാണ്, ഇത് വെറും ചുമ്മാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കാൻ ഇങ്ങനെയൊക്കെ ഉള്ളത് തന്നെ. അപ്പൊ ഈ സാധാരണ സിദ്ധന്മാര് ചിലപ്പോ ഓരോ മേഖലകളിലായിരിക്കും അവരവരുടേതായ പ്രാവീണ്യം കാണിക്കുന്നത്. പക്ഷെ ഈ പാലം അമ്മ പഞ്ചഭൂതങ്ങളെ തന്റെ കൈപ്പിടിയിലാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളുടെ അധിപയായിട്ട് പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നിയാമക ശക്തിയായിട്ട് നിന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങ് എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അങ്ങനെ അതിന്റെ ഇത് പിന്നെ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അഷ്ടസിദ്ധികള് എന്ന് പറഞ്ഞുണ്ട്. ഈ അഷ്ടസിദ്ധി കിട്ടിയതിന് ശേഷം തുര്യം, തുര്യാതീതി എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റും. അപ്പൊ അമ്മയെ പോലുള്ളവരെല്ലാം ഇതുപോലെയാണ്. ഞാൻ ഇങ്ങനെ നോക്കിയതിനൊക്കെ പ്രവാരസിദ്ധ യോഗി അമ്മയൊക്കെ പിന്നെ പരമയോഗികളാണ്. അവരെല്ലാം പരമയോഗികളാണ്. ഞാൻ വേറൊരാരെയും ഇങ്ങനെയൊന്നും പറയണതല്ല, ഇവരെയൊക്കെ രീതി നോക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പൊ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ സാധിക്കണോണ്ടാണ് പ്രവാരസിദ്ധ യോഗിയുടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും സംഭവിക്കുന്നു. നമ്മളെ അമ്മേരത് ഇന്നും ഇന്നലെയും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കാൻ ഉള്ള ഒരു ഇങ്ങനെയുള്ള ഒരു ഈശ്വരനായി തീരും എന്നുള്ളതാണ്. ഇപ്പം പിന്നെ അതായത് ഒരു സ്ഥലത്ത് ഇരിക്കണ ഒരാളിനെ പറയും കുടിലൻ എന്ന് പറയും, ഒരിടത്ത് ഇരിക്കണേ. രണ്ടാമത് ഈ അവധൂതേനെ ഇരിക്കുകയാണ്, അത് അവധൂതയാണ്. രണ്ടാമത്തെ അവസ്ഥ വരുന്ന സഞ്ചാരം, മൂന്നാമത് ഒരു അവസ്ഥ, നാലാമത്തെ അവസ്ഥ മൂന്നാമത്തത് എനിക്ക് ഓർമ്മ വരണില്ല. നാലാമത്തത് ഈശ്വരന്റെ അമരക്കാരൻ, ഈശ്വരനെ വെച്ച് തുഴയണവരാണ്. അപ്പൊ ഈശ്വരനുമായിട്ട് ഇവർ സമ്പർക്കം ചെയ്യണവരാണ്. അപ്പൊ അതിൻ്റെ ഇതിൽ ഈ ഞാനിരിക്കണം, ഞാൻ 51 വയസ്സ് തൊട്ടാണ് ഇങ്ങനെ. അപ്പൊ എനിക്ക് ഒരുപാട് പാവങ്ങൾ ഉണ്ട് കാണാം. അപ്പൊ അതിന് നിയമങ്ങളും ഉണ്ട്. ഇതിനെല്ലാം ചിത്രപുത്രര്, യമധർമ്മ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ കാണും പോലെ ഓരോ വ്യവസ്ഥകളുണ്ട്. ഇപ്പൊ നമുക്കിവിടെ ഒരു നിയമം, പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ട് ജില്ല, DGP, സർക്കിള്, കമ്മീഷണർ, ഇങ്ങനെയൊക്കെ വ്യവസ്ഥകളുണ്ട്. അതൊക്കെ നിയമങ്ങളാണ്. അപ്പൊ അതേപോലെ നമുക്ക് പ്രകൃതിയിൽ നിയമങ്ങൾ ചെയ്യാൻ ആളുകളുണ്ട്. അപ്പൊ അമ്മ ഇങ്ങനെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് തർക്കിച്ചിട്ടാണ് എന്നെ മാറ്റണത്. അങ്ങനെ മാറ്റാം, ദൈവത്തിന് എന്തും ചെയ്യാം. ഈശ്വരൻ അതാണ് ഈശ്വരൻ. അപ്പൊ അമ്മ അവരോട് സംസാരിച്ച് എൻ്റെ ഇതൊക്കെ മാറ്റിയിട്ട് എന്നെ മാറ്റിയാണ്. അപ്പൊ ആ പണ്ട് കണ്ട ഞാനല്ല, ഞാൻ മരിച്ചു. എനിക്ക് നല്ല ബോധ്യമാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം മരിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയതിനു ശേഷം. അപ്പൊ ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ വേറെയാണ്. എനിക്കിപ്പം മനസ്സിലായി. എന്നെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി പാവവും ഇല്ല, പുണ്യവും ഇല്ല. അതിനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വല്ല മെഷീനൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചൈതന്യം, പവർ, ഇതൊക്കെ നോക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ കബഡി സത്യം പറയും. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ തീരും. അപ്പൊ അമ്മയാണ് എന്നെ മാറ്റിമറിച്ചത്. മറ്റുള്ളവരെ കണ്ണിൽ നോക്കുമ്പോൾ അന്നത്തെ അതേ ഞാനാണ് ഞാൻ. അവർക്ക് അതേ എന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരിക്കൽ എൻ്റെ മകൾ ഊർമ്മള എൻ്റെ ഇങ്ങനെ പെട്ടെന്ന് പറയണം, എനിക്ക് അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ ഇപ്പം പേടിയായിരിക്കണം. പെട്ടെന്ന് ഇങ്ങനെ പറയണം, അച്ഛനെ അച്ഛാന്ന് വിളിക്കാൻ ഭയമായിരിക്കണം. അപ്പൊ അതിന് എന്തോ ഒരു പ്രത്യേകത ഇങ്ങനെ ഒരിതുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പം ചിലവർക്ക് അങ്ങനെയാണ്, അപ്പം ചിലവർക്ക് അല്ല, എന്നെ പഴയ രീതിയിൽ. അപ്പൊ ഈ അമ്മയാണ് എന്നെ ഇത് മാറ്റിമറിച്ചെന്നുള്ളതിൽ ഏറ്റൊരു സംഭവമാണ്. അപ്പൊ ഒരിക്കൽ ഒരു ദേവത ഇവിടെ വന്നു. ഈ അപ്പോഴേ ഇതിന്റെ ഉയരെ കെട്ടറയില്ലായിരുന്നു ഈ വീടിന്റെ. അപ്പൊ അമ്മ, ഞാൻ ഇവിടെ കിടക്കണം, അമ്മ അവിടെ കട്ടിലിൽ കിടക്കണം. അപ്പൊ അമ്മ സ്പീഡിൽ ഇങ്ങനെ ചിലങ്ക കാലിലുണ്ട് ഇട്ട് ഈ പടിക്കെട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴിച്ച് ഇതിന്റെ സൈഡ് വരെ എനിക്ക് പോകാൻ പറ്റും, ഉയരെ കയറാൻ പറ്റുന്നില്ല. അമ്മ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആർക്കും കയറാൻ പറ്റില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഊർമിള എവിടെയുണ്ട്, ഊർമിളയ്ക്ക് ഹിന്ദിയൊക്കെ അറിയാം. അപ്പം ഞാൻ ഊർമിളയെ അമ്മ ഉയരൊക്കെ അറിയാം. അപ്പം നമുക്ക് അതിശയമാണ്, വീട്ടിൻ്റെ ഉയരെയും കയറില്ല, വീട്ടിൻ്റെ അകത്തും കയറില്ല, ഉയരെ കയറിയെന്ന്. അപ്പം അവളും വന്നിട്ട് അവിടെ വന്ന് ഇങ്ങനെ നിന്ന്, നമുക്ക് രണ്ടുപേർക്കും കയറാൻ പറ്റിയില്ല. അപ്പം ഒരു സമയം കഴിഞ്ഞപ്പോൾ അമ്മേരെ ഇങ്ങനെ കിലുക്കം കേട്ട്. അപ്പം ഞാനും ഊർമിളയായിട്ട് ഉയരെ കയറിയപ്പോൾ എന്താ അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ, അമ്മയെ കാണാൻ ഒരു ദേവത വന്നിരുന്നു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അമ്മ അങ്ങനെയാണ് വർത്താനം. അല്ലെങ്കിൽ ഞാൻ നമ്മൾ പറയില്ലേ നമുക്കൂടെ ഒന്ന് കാണണമെന്ന്. അതിന് മുമ്പ് അഡ്വാൻസായിട്ട് അമ്മ പറയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മളവിടെ തർക്കിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ദേവത വന്നു.
സംസാരിച്ചു അവധൂതയായിട്ട്. അവധൂതയെ കാണാൻ ദേവത വന്നു. മനസ്സിലാക്കുക. നമുക്ക് ഇനി ഇതിനൊക്കെ എന്താണ് തെളിവ് എടുക്കണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഫോണോ മൊബൈൽ ഫോണോ വീഡിയോ അങ്ങനെയൊന്നും ഇല്ലാതെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് പോകാൻ പറ്റൂല. അതാണ് എൻ്റെ മനസ്സിലാക്കുക. ഇത് ഈ കുമാരൻ എന്ന് പറഞ്ഞ ആളിന്റെ പ്രമാണത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. എനിക്ക് പോലെ അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. അത് വെച്ച് വയ്ക്കാണ്. അവിടെ അവരാണ് അധികാരി എന്ന് പറയുന്നത്. അവരാണ് അവധൂതന്മാർ, ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാ അധികാരി ഇല്ല പറയണത്. മറ്റാർക്കെങ്കിലും ഒക്കെ പോയി എടുക്കുകയും ചെയ്യാം. പിന്നെ ശരിക്കും സിദ്ധനും യോഗിയായിട്ടുള്ളവരെ മുമ്പ് പോയിട്ട് അവര് നിശ്ചയിച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് സംസാരിക്കാൻ പറ്റൂല. അവര് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചലിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചലിക്കാതെ ഇരിക്കും. ഞാൻ ഇങ്ങനെ പലവരെയും ഇങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ട്. അമ്മയുള്ളപ്പം വന്നവരെയൊക്കെ ഇരുത്തിയിട്ടുള്ളത്. അപ്പൊ എനിക്കറിയാം ഇത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അവര് മിണ്ടാതെ അമ്മ പോണത് വരെ അവിടെ ഇരിക്കും. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെയാണ് ഇവരെ സിദ്ധിയും അവധൂത എന്ന് പറയണത്. അപ്പം നമുക്കിങ്ങനെ അവര് വളരെ സ്നേഹമാണ് മറ്റുള്ളവർക്ക് വേണ്ടി. പക്ഷെ എന്നാലും എൻ്റെ ഒരു അറിവിൽ പറയണത് നമുക്കിങ്ങനെ 19 ലക്ഷം 84 ലക്ഷത്തിൽ പരം ജന്മമുണ്ട്. പുനരഭിജനനം നമ്മൾ പാവ കർമ്മങ്ങൾക്ക് ചെയ്യണ പോലെ ഇരിക്കും നമുക്ക് ജന്മം. നമുക്ക് സമം 50ക്ക് 50 ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഏറ്റെടുക്കുകയുള്ളൂ. 60 പാവവും 40 പുണ്യം ഉണ്ടായിരുന്നവരെ ഏറ്റെടുക്കില്ല. നമുക്ക് 50 ഒക്കെ ഉണ്ടായിരുന്ന അവര് നമ്മളെ ഏറ്റെടുത്ത് എന്തെങ്കിലും ചെയ്തു തരും. അപ്പൊ നമ്മള് ഈ ശരീരം വിട്ടു പോകുമ്പോ നമ്മളെല്ലാം വാടകക്കാരാണ്. കുറച്ചു ദിവസം ഈ ശരീരത്തിൽ ഒന്നിങ്ങനെ അഭിനയിച്ചിട്ട് പോണേണ്. ഈ ശരീരം നശിച്ചു പോകും. നശിച്ചു പോകുമ്പോ ഈ ആത്മാവ്, ചൈതന്യം, സത്യം, ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊരിക്കലും മരണമില്ല. അത് വേറെ ഒന്നിലേക്ക് പോകുന്നു. നമ്മൾ ചെയ്യുന്ന പാപപുണ്യത്തിനനുസരിച്ച് നമുക്ക് ജന്മം തരുന്നു. അപ്പം സ്വർഗമല്ല ഇവിടെ ഇത്. നമ്മൾ അതിൻ്റെ അപ്പുറത്ത് പോകണം. സ്വർഗത്തിൽ പോയാലും നമുക്കൊരു പുണ്യം ചെയ്തൊക്കെ പോയാൽ ഒരു 500 കൊല്ലം നമുക്ക് അവിടെ അവകാശമുള്ളൂ. വീണ്ടും നമ്മൾ നല്ല കുലത്തിൽ നല്ല ജീവന് മാത്രമാണ്. അപ്പൊ നല്ല ജീവൻ എന്ന് പുരാണത്തിൽ പറയണത് സന്യാസി സേവ, ഈശ്വര സേവ. ഏറ്റവും ഫസ്റ്റ് നമുക്ക് ഈശ്വരൻ ഇന്ന് സേവ ചെയ്യാൻ പറ്റൂല അല്ലേ? വിഗ്രഹം ഉണ്ണാറില്ല. ഉണ്ണണ കാലം ഉണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ കാളിദേവി സംസാരിക്കാറുണ്ടായിരുന്നു. കല്ലായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന് ഒരു രാമന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു. കല്ല്. അത് നടക്കും. അന്ന് നടക്കും സംസാരിക്കുക. അങ്ങനെ ഉള്ളവർക്ക് അങ്ങനെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ ചിലപ്പോൾ പകല് കിടന്നുറങ്ങും കോവിലും വെച്ചിട്ട്. എന്തെന്ന് പറഞ്ഞാൽ അമ്മ ഉറങ്ങണമെന്ന് പറയും. അങ്ങനെ പ്രാന്തം പറ്റിയെന്നാണ് പറയുന്നത്. അവധൂതയെ പോലെയാണ് ശ്രീരാമകൃഷ്ണദേവന്റെ ഇത്. ശാരദാദേവിയെ ശാരദാദേവിയെ സരസ്വതി എന്നാണ് അദ്ദേഹം പറയണത്. അത്ര ഇതാണ്. റെയിൽവേ പാളം പോലെയാണ്. എന്നിട്ട് ഇദ്ദേഹം ചിലപ്പോൾ അർദ്ധരാത്രി ഇരുന്ന് കോവിലും തുറന്നു വെച്ച് പൂജ ചെയ്യും. അത് അമ്മ വിളിച്ചുണർത്തി ചെയ്തെന്ന് പറയും. അപ്പൊ അത് അവധൂതയുടെ രീതിയാണ്. പിന്നെ ചില അവധൂതമാര് ചിലപ്പോൾ അമ്മ കൊച്ചു കുട്ടികളെ പോലത്തെ ഇത് കാണും. കളിപ്പാട്ടമൊക്കെ വേണം. അപ്പൊ നമ്മളെ യാചിത എവിടെയെങ്കിലും പോകുമ്പോ അമ്മയ്ക്ക് കളിപ്പാട്ടം മാറ്റേണ്ടി വരും. അപ്പോഴ് വേറെ ഉള്ളവർ നിങ്ങൾ വിചാരിക്കുമ്പോ നിങ്ങൾക്ക് അത് ഒരു ഇതായിട്ട് തോന്നും. അപ്പൊ എനിക്കറിയാം അമ്മയ്ക്ക് കളിപ്പാട്ടം വേണമെന്ന് മനസ്സിലാക്കണം. അപ്പൊ അമ്മ അന്ന് വച്ചപ്പോഴും ഞാൻ ഇതെന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലായി. ഇവിടെ ഇപ്പം ചിലവർക്കൊക്കെ കൊച്ചുങ്ങളൊക്കെ ജനിക്കാതെ എടുക്കാതെയും വരുമ്പം ഇവിടെ വന്ന് നേരത്തെ ചെയ്ത് കൊച്ചുങ്ങൾ വരും. അപ്പൊ ആ കൊച്ചുങ്ങളെ അതിനു വേണ്ടിയാണ് അമ്മ മുമ്പ് കൂട്ടി കളിപ്പാട്ടം വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് അവർക്ക് നേരുമ്പോൾ കൊച്ചുങ്ങൾ നേരും. അതിനു വേണ്ടിയാണ് അമ്മ ഇവിടെ കുറെ കളിപ്പാട്ടം വച്ചിരിക്കുന്നത് കൊച്ചുങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതങ്ങനെ. അത് കഴിഞ്ഞിട്ട് അമ്മ ഈ നിലവിളക്കിൽ എന്തോ ഇങ്ങനെ ഒരിക്കൽ നിലവിളക്കിൻ്റെ അകത്ത് ഹാരം ഇട്ട് കൊടുത്തു. അപ്പൊ ഞാൻ അതിങ്ങനെ ശ്രദ്ധിച്ചു. അപ്പൊ അതിൻ്റെ ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലാവണേ, ചില കല്യാണം നടക്കാത്തവർക്ക് നടക്കും ഇപ്പോഴേ. അപ്പൊ എൻ്റെ ഭാവന, എൻ്റെ സങ്കല്പം ആ അമ്മയെ വിചാരിച്ചും കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്താൽ മതി, ചിലപ്പോൾ ഒക്കെ നടക്കും. അത് ശരിയാവണുണ്ട് സങ്കല്പം. ഇപ്പൊ ആമ കരയിൽ കയറി വന്ന് മുട്ടയിടുന്നു. മുട്ടയിട്ടിട്ട് ആമ വെള്ളത്തിൽ പോണ്.
വെള്ളത്തിൽ പോയിട്ട് ആമ അവിടെ കിടന്നുകൊണ്ട് ചിന്ത കൊടുക്കുക ഇതിന്. അല്ലാതെ അതിൻ്റെ അടുത്ത് മുട്ടയുടെ അടുത്ത് വിരിക്കാനോ അതിനെ സൂക്ഷിക്കാനോ ഒന്നും ഇരിക്കില്ല. അത് കുഴിയെടുത്തിട്ടിട്ട് പിന്നെ അത് അവിടെ പോകും. വെള്ളത്തിൽ പോയിട്ട് അതിൻ്റെ ചിന്ത കൊടുത്തിട്ട് ഈ ആമ കുഞ്ഞ് തിരിച്ച് വെള്ളത്തിൽ തന്നെ ഇറങ്ങി, അല്ലാതെ കരയിലൊന്നും പോകില്ല. അപ്പൊ അവിടുത്തെ ചിന്താശക്തിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അതേപോലെ അമ്മ ചെയ്ത എൻ്റെ മുമ്പേ ഇരുന്ന് ഓരോ കാണിച്ചു തന്ന കാര്യങ്ങളും ഇവിടെ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി സങ്കല്പിച്ച് ഈ ചിന്ത കൊടുക്കും. ഈ ചിന്ത കൊടുക്കുമ്പോൾ അത് നടക്കും. അത് ഈ ചിന്തയ്ക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട്, ചിന്താശക്തി. അത് നമുക്ക് എല്ലാവർക്കും നടക്കും. നമ്മൾ വിചാരിച്ച പോലെ നടന്നു, നമ്മൾ അറിയാതെ പറയും, അത് പൊട്ടുമെന്ന് വിചാരിച്ച അത് പൊട്ടി, നിന്നെ കാണണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതിന് ശുഭാനന്ദ സ്വാമി പറയുമ്പോൾ അറിവുള്ളവരുള്ളത്തിൽ ഗുരുവുണ്ടെന്നൊരു സത്യം. നമുക്ക് ഗുരു നമ്മളാണ്, ഗുരുക്കം ഉണ്ട്. പക്ഷെ നമുക്കിതിനെ ഉണർത്തിയെടുക്കാൻ അറിഞ്ഞുകൂടാ. ആ ഉണർത്താൻ വേണ്ടിയുള്ള ഇതിന് വേണ്ടിയാണ് അവർ കൊച്ചു കൊച്ചു വേല നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അങ്ങനെയെങ്കിലും നീ നന്നാവുന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്നവർക്ക് ഈശ്വരാധീനം ഉള്ളവരാണ്. ഒരു കുറേ കൂടി ഇങ്ങനെ ഈശ്വരാധീനത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നടക്കും.